തിരുവനന്തപുരം കളക്ടറേറ്റിലെ തേനീച്ചക്കൂട് നശിപ്പിച്ചു. പെസ്റ്റ് കൺട്രോൾ വിഭാഗത്തിന്റെ സഹായത്തോടെയാണ് തേനീച്ചക്കൂട് നശിപ്പിച്ചത്. വ്യാജ ബോംബ് ഭീഷണി പരിശോധനയ്ക്കിടെ തേനീച്ചക്കൂട് ഇളകി നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. ഏതാണ്ട് 2 ദിവസം വന്നവരെയും നിന്നവരെയും പോയവരെയും ഒക്കെ ഓടിച്ചിട്ട് കുത്തിയതിനു ശേഷം തേനീച്ചക്കൂട് ജില്ലാ ഭരണകൂടം അത് നശിപ്പിച്ചിരിക്കുന്നു. ആ ദൃശ്യങ്ങളിൽ ഇപ്പോൾ നമുക്ക് കാണാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഭാഗത്ത്, ഈ മെയിൻ എൻട്രൻസിൻ്റെ ഭാഗത്ത് 4 തേനീച്ചക്കൂടുകൾ, വലിയ തേനീച്ചക്കൂടുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതവിടെ കാണാനില്ല. 2 ദിവസത്തെ കുത്തെന്തായാലും ഫലം ചെയ്തിരിക്കുന്നു എന്ന് വേണമെങ്കിൽ മനസ്സിലാകാം. അതെന്തായാലും പുറത്തുനിന്ന് വന്നവർക്ക് മാത്രമല്ല, ഇവിടെയുള്ള ജീവനക്കാർക്കടക്കം കുത്തു കിട്ടിയിരുന്നു. അതിനുശേഷം ഇന്നലെ അടിയന്തര യോഗമൊക്കെ ചേർന്നു. പെസ്റ്റ് കൺട്രോൾ വിഭാഗത്തിൻ്റെ കൂടി സഹായത്തോടെ അത് നീക്കം ചെയ്തു. ഇന്ന് പുലർച്ചെയാണ് ഇത് നീക്കം ചെയ്തത്, ഈ തേനീച്ചക്കൂട് നീക്കം ചെയ്തത് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. കഴിഞ്ഞ ദിവസം ഇവിടെ മാധ്യമപ്രവർത്തകർ, ഇവിടുത്തെ ജീവനക്കാർ, ഇവിടെ വിവിധ ആവശ്യങ്ങൾക്കായി വന്ന, കളക്ടറേറ്റിൽ വിവിധ ആവശ്യങ്ങൾക്കായി വന്ന ആളുകൾ, അവർക്കൊക്കെ തന്നെ കുത്തു കിട്ടിയിരുന്നു. അത് മിനിഞ്ഞാന്നാണ് തേനീച്ചക്കൂട് ഇളകി ആളുകളെ കുത്തിയത്. ഏതാണ്ട് 50-ലധികം പേർക്ക് തേനീച്ചയുടെ കുത്തേറ്റു. പേരൂർക്കട ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലുമായി അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഇന്നലെ വീണ്ടും സമാനമായ രീതിയിൽ ഇവിടെ എത്തിയ ആളുകൾക്ക് തേനീച്ചയുടെ കുത്തേൽക്കുന്ന സാഹചര്യമുണ്ടായി. തുടർന്നാണ് അടിയന്തര നടപടി സ്വീകരിച്ചത് ജില്ലാ ഭരണകൂടം. ഒരു കാര്യം എടുത്തു പറയേണ്ടത്, കുറേ അധികം നാളുകളായി ഈ തേനീച്ചക്കൂട് ഇവിടെയുണ്ട്. പക്ഷേ ഈ തേനീച്ചക്കൂട് ആദ്യഘട്ടത്തിൽ നശിപ്പിക്കാനോ ആളുകൾക്ക് പ്രശ്നമുണ്ടാകും എന്ന് തിരിച്ചറിയാനോ ഇവർക്ക് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നതാണ്. എന്തായാലും ആളുകൾക്ക് കുത്ത് കിട്ടിയെങ്കിലും ഇനി മേലിൽ ഇവിടെ വരുന്ന ആളുകളുടെ ബുദ്ധിമുട്ടുണ്ടാകാതെ, അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ആ തേനീച്ചക്കൂട് തൽക്കാലം നശിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും കുത്ത് കിട്ടിയവർക്കൊക്കെ പ്രതികാരം പകരം വീട്ടിയതിൽ തൽക്കാലം ആശ്വസിക്കാം. ഇനി തേനീച്ചക്കൂടില്ല, കുത്ത് ഭയക്കാതെ ഇവിടത്തേക്ക് ജില്ലാ സ്ഥിരാ കേന്ദ്രത്തിലേക്ക് ആളുകൾക്ക് വരാം അവരവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ. ക്യാമറമാൻ വിപിൻ വേളിക്കൊപ്പം എസ് ശ്രീകാന്ത്, 24 തിരുവനന്തപുരം.